മഹാഭാരത യുദ്ധം സംഭവിക്കേണ്ടത് ഒരാവശ്യമായിരുന്നു അന്ന്. അത് ഒഴിവാക്കാൻ പറ്റില്ല. മഹാഭാരത യുദ്ധം സംഭവിച്ചേ തീരൂ. കാരണം എങ്കിലല്ലേ ഭഗവത്ഗീത നമുക്ക് ലഭിക്കുകയുള്ളൂ, ഭഗവാൻ അർജുനനോട് സംസാരിക്കുകയുള്ളൂ, വർത്തമാനം പറയുകയുള്ളൂ. ഭഗവാന്റെ ആ ഒരു സാന്നിധ്യവും സാമീപ്യവും ലോകത്തിന് അറിയിക്കേണ്ടതുണ്ടല്ലോ. സോ മഹാഭാരതം എന്നത് ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കില്ല എന്ന ദുര്യോധനൻ്റെ ആ പന്ന മനസ്സ്, പഞ്ചപാണ്ഡവർ ആവശ്യപ്പെട്ടത് ഒരിറ്റ് ഭൂമി അവർക്ക് ജീവിക്കാൻ, എന്നിട്ട് ദുര്യോധനന് കൊടുത്തില്ല. അങ്ങനെയാണല്ലോ മഹാഭാരത യുദ്ധം അരങ്ങേറാൻ കാരണമായത്. അപ്പോൾ ഫൈറ്റ് ഓവർ ഈവിൾ എന്നതാണല്ലോ മഹാഭാരതം. അപ്പോൾ ഒടുക്കം എന്ത് സംഭവിച്ചു? ദുര്യോധനന്മാർ എല്ലാം കൊന്നൊടുക്കപ്പെട്ടു, എല്ലാവരും മരിച്ചു. തുടർന്ന് ഹസ്തിനാപുരി പഞ്ചപാണ്ഡവരാൽ ഭരിക്കപ്പെട്ടു. അത് കലാപമാണ്. മഹാഭാരത യുദ്ധം ഒരു കലാപമല്ല. അത് അങ്ങനൊരു യുദ്ധം സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. മഹാഭാരത യുദ്ധം ഒരു കലാപമാണെന്ന് വീമ്പിളക്കുന്നവർ എന്ത് വിഡ്ഢികളാണ്. ഭഗവാന്റെ സാന്നിധ്യത്തിൽ അർജുനൻ്റെ സാരഥിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നിലകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈവീകത്വം, ആ ഒരു സാമീപ്യം, ആ ഒരു സൗന്ദര്യം എല്ലാമായിട്ടുള്ള ഭഗവാൻ, അദ്ദേഹത്തിന് തെറ്റ് സംഭവിക്കുമോ? ഒരിക്കലുമില്ല. കാരണം വിഡ്ഢികളാണ് മഹാഭാരത യുദ്ധം ഒരു കലാപമാണെന്ന് ചിത്രീകരിക്കുന്നത്. ഒരിക്കലുമല്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ്. അതിനാൽ രാജാവ് രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ് മാത്രം, അല്ലാതെ ദൈവം തന്നെയാണ്. രാജാവ് ദൈവത്തെപ്പോലും വണങ്ങി ദൈവ അനുഗ്രഹം സ്വീകരിച്ച് നിത്യേന പൂജകളൊക്കെ നേടി, പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ അറിവൊക്കെ നേടി, അതാണ് രാജാവ്. അല്ലാതെ ഒരിക്കലും രാജാവ് ദൈവമല്ല. ഒരിക്കലും ആർക്കും ഒരു രാജാവായ ശരാശരി മനുഷ്യൻ എന്ന നിലയ്ക്ക് ദൈവമാകാൻ സാധ്യമല്ല. അപ്പോൾ അതിനാൽ മഹാഭാരതം ഒരു കലാപമല്ല. മഹാഭാരതം ഒരു തിരിച്ചറിവാണ്, നല്ലതിൻ്റെയും മോശമായിട്ടുള്ള യുദ്ധം. അങ്ങനൊരു യുദ്ധം മനുഷ്യ മനസ്സിൽ എക്കാലവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും അത് തുടർന്ന് കൊണ്ടിരിക്കുകയാണ്, സംഘർഷം. അതിനാൽ മഹാഭാരതം ലോക നന്മയ്ക്കായിട്ട് ഭഗവാന്റെ ആ സാന്നിധ്യം, സാമീപ്യം, സൗരഭ്യം, ആ സൗന്ദര്യം ലോകത്തെ കാണിച്ചു കൊടുക്കാനുള്ള, ഭഗവത്ഗീതയ്ക്ക് ഭഗവത് ജ്ഞാനം ലോകത്തിന് അറിവ് നൽകാനായി അതിനുള്ളൊരു സാഹചര്യം ഒരുക്കപ്പെട്ടത് മാത്രമാണ് മഹാഭാരതം. മഹാഭാരതം ഒരു കലാപമല്ല. നന്ദി.